എൻ്റെ വീട്ടിൽ ഒരു ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് ഒരു രാത്രിയിൽ വീട്ടിൽ വന്നിരിക്കുന്നു. നമുക്ക് ആ എസ് മുടുക്കൊന്ന് കാണണം. എസ് കത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട്. എസ് മുടുക്ക് എന്ന് ആദ്യമായിട്ട് കേട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം. അടുത്ത ദിവസം ചെന്നു പറഞ്ഞു ഇവിടെ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലാണ്, ദുർഗന്ധം, ഗൗരീശവട്ടം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയാണ്, സമീപവാസികളൊക്കെ ബുദ്ധിമുട്ടുന്നു. അവിടെ ഒരു പുരയിടത്തിൽ മാലിന്യമല എന്ന് തന്നെ പറയാം. അത്രയും മോശം അവസ്ഥ കണ്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇതെന്തൊരു ജീർണിച്ച അവസ്ഥയാണ്. പക്ഷെ അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു. അത് മുഴുവൻ, ആ വേസ്റ്റ് മുഴുവൻ മാറ്റി ആ എസ് മുടുക്ക് നന്നായി ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ബഹുമാനായ മേയർ, എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ അഡ്വക്കേറ്റ് വി രാജേഷിനോട് ഞാൻ ഈ കാര്യങ്ങൾ ദൈനംദിനം സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ആ എസ് മുടുക്ക് ഒരു ക്യാമറ കൂടെ, CCTV ക്യാമറ കൂടെ സ്ഥാപിച്ച് അതിനെ ഇതിൽ നിന്ന് ഈ മാലിന്യ പൂരിതമായിരിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ മാത്യു സാറിൻ്റെ വീട്ടിൽ തന്നെ പലവട്ടം ചായ കുടിച്ച് അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് പിന്നെ വളർന്നാണ് നമ്മുടെ ഇവിടെ സ്വാതി നഗറിൻ്റെ ഭാരവാഹികൾ ശ്രീ മധുസൂദനൻ ചേട്ടൻ, ശ്രീ മഞ്ഞപ്പാറ റഷീദ് സാറ്, ഇവരുമായിട്ടൊക്കെ പലതവണ സംസാരിച്ച് അത് വ്യാപിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ ബഹുമാനായ മന്ത്രിയും മേയറും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പഴവങ്ങാടി തോടും, അത് കഴിഞ്ഞ് ആമയിഴഞ്ചാൻ തോടും, പറവൂർ പുത്തനാറും, പട്ടം തോടും, ഉള്ളൂർ തോടും എല്ലാം. എനിക്കൊരു ഭാഗ്യമുള്ളത് എൻ്റെ വാർഡ് കവടിയാറല്ല, കണ്ണമ്മൂലയാണ്. അതുകൊണ്ട് ഒരുപാട് അഴുക്ക് ജാലികൾ ഇതിൻ്റെ നെടുകയും കുറുകയും ഓടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ വല്ലാതെ പ്രയാസപ്പെടും. അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ തോടൊക്കെ ക്ലീൻ ചെയ്ത് മനോഹരമാക്കാൻ കഴിയൂ. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം രണ്ടാളും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നന്നായി അറിയാവുന്നവരാണ്. നന്നായി നേരത്തെ MLA ആയിരുന്ന ആളാണ്, ഇപ്പോഴത്തെ മന്ത്രി. അപ്പോൾ ഈ ക്യാമറകൾ എല്ലാം ഫിക്സ് ചെയ്യുന്നതിന് ആലോചിച്ചിട്ട് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടെ അതിൻ്റെ ഫണ്ട് മേയറോട് സംസാരിച്ച് അത് അനുമതി വാങ്ങി എല്ലാ ഓടകളും, വാർഡിലെ എല്ലാ ഓടകളും മണ്ണ് കോരി ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തോടിൻ്റെ വശങ്ങളിലുള്ള മരങ്ങൾ വെട്ടിമാറ്റി. അങ്ങനെ നിരന്തരമായ, കഴിഞ്ഞ ഒരാഴ്ചയെ നഗരസഭയിലെ 1-2 ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരൊന്നും ഇത്രയും പണി ഇതുവരെ ചെയ്ത് കാണില്ല. നല്ല അധ്വാനത്തിലൂടെ ഈ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ 2 റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും അതിനൊപ്പം നിന്ന കുറേയേറെ ആളുകളും, നല്ല മനസ്സുകളുടെ ചിന്തയും പ്രവൃത്തിയും ആലോചനയും എല്ലാം കൂടിയായപ്പോൾ ഇത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ ഇതിനു വേണ്ടി വരുന്ന 3.25 ലക്ഷം രൂപ അത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനെ തന്നെ കൊട്ടേഷൻ വാങ്ങിച്ച് ആർക്കാണ് ഈ വർക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു മേയർ ഇത് ഉദ്ഘാടനം ചെയ്യണം എന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോഴാണ് അന്ന് രാവിലെ മന്ത്രിയായി ശ്രീ K. മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പം ഞാൻ രാവിലെ ഒരു 10 മണിയോടെ മേയറെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നമുക്ക് മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ മേയർ പറഞ്ഞു, നമുക്ക് ആ പരിപാടിയുടെ ഉദ്ഘാടകനായി, അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്, നമ്മുടെ വാർഡാണ്, നമ്മുടെ നഗരമാണ്, അദ്ദേഹത്തെ വിളിക്കാം. ഞാൻ രാത്രി ഒരു 10 മണിയോടെയാണ്, അദ്ദേഹത്തെ പലതവണ വിളിച്ച് കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള കൈകാര്യം ചെയ്യുന്ന ശ്രീ അശോകൻ ഫോണിൽ കിട്ടിയോ പറഞ്ഞു, നാളെ രാവിലെ 11 മണിക്ക് തെക്കാട് ഗസ്റ്റ് ഹൗസിൽ കാണാം. ഞാൻ കൃത്യമായി ചെന്നു. അദ്ദേഹം ഒരു അരമണിക്കൂർ വൈകി അവിടെ എത്തി. എന്നെ കണ്ട ഉടനെ വിളിച്ചു. ഞാൻ കരുതി ഒരു 10-200 ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരു 2 കൊല്ലം ഭരണമൊന്നും ഇല്ലാത്തതിൻ്റെ ഉറക്കച്ചടവാണെന്നും എനിക്ക് തോന്നി. കുറേ ആളുകൾ ഇങ്ങനെ അക്ഷീണ പ്രയത്നം നടത്തി പിന്നെ വലിയൊരു മുന്നേറ്റത്തിലൂടെ ജയിച്ച് മന്ത്രിസഭയും വന്ന് മന്ത്രിയായി. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വലിയ ആകാംക്ഷയോടെ 10-200 ആളുകൾ അവിടെ കൂടി നിൽക്കുന്നു. പക്ഷേ വളരെ സത്യസന്ധമായി പറയട്ടെ, എന്നെ കണ്ട ഉടനെ ആ മിനിറ്റിൽ ആദ്യം തന്നെ എന്നെ അടുത്ത് വിളിച്ചു. മുകളിലത്തെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ പേന കൊണ്ട് ആ കൈപ്പട ഡയറിയിൽ എഴുതി 5 മണിക്ക്, കൃത്യം 5 മണിക്ക് ഇവിടെ വരികയും ചെയ്തു. ഇനിയുള്ള നാളുകളിൽ മേയറുടെയും മന്ത്രിയുടെയും ഒക്കെ സഹായത്തോടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാർഡിലും ചെയ്യാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ദിവസം സംഭവബഹുലമാണ്. ഞാൻ കഴിഞ്ഞ 2 മാസമായി മേയറോട് കാണുമ്പോഴൊക്കെ പറയും, ഈ ഫുട്പാത്തിൽ കൂടെ ആളുകൾക്ക് നടക്കാൻ വയ്യ. ഒരുപാട് ആളുകൾ, ഒരുപാട് രാഷ്ട്രീയ ഗുണ്ടകളും തിണ്ണമുടുക്കുള്ള ആളുകളും നഗരം കൈയടക്കിയിരിക്കുന്നു. എന്നിട്ട് ബങ്ക് കടകളും മറ്റ് സ്ഥാപിച്ച് ഫുട്പാത്തുകൾ കയ്യേറി അത് ദിവസ വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ ഒരു വലിയ ലോബി തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അത് മോചിപ്പിക്കണമെന്ന് ഇന്നാദ്യമായി അതിൽ മേയർ കൈവച്ച ദിവസമാണ്. പാളയത്തെ അനധികൃത കടകൾ പൊളിച്ചു മാറ്റി അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം കൂടി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ അവിടെ സന്ദർശിച്ചു. അതിൻ്റെ ബാക്കി വിവരങ്ങൾ അദ്ദേഹം തന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. ഏതായാലും ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് തുടർന്നുള്ള ഈ പ്രയാണത്തിൽ നിങ്ങളുടെയൊക്കെ മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി, അത് കഴിഞ്ഞ് സ്വിച്ച് ഓൺ നിർവഹിക്കാനായി നമുക്കെല്ലാം ആദരണീയനായ മന്ത്രി ശ്രീ K. മുരളീധരൻ അവരെ ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്.